ഹലോ ഫ്രണ്ട്സ്, ഞാൻ സെപ്റ്റംബറിലാണ് ജർമ്മനിയിലെത്തിയത്. ഞാൻ ഇവിടെ എത്തിയിട്ട് ഇപ്പോൾ 4 മാസമായി. ഞാൻ ജോലി ചെയ്യുന്നത് റേഗൻസ് വാഗ്നർ സ്റ്റിഫ്റ്റൂങ് എന്ന ഒരു സൈക്യാട്രിക് ഡിസബിലിറ്റി ഹൈമിലാണ്. അപ്പോൾ നോർക്കാട്ട് റൂട്ട്സിൻ്റെ ട്രിപ്പിൾ ബിൻ പ്രോഗ്രാമിലൂടെയാണ് ഞാൻ ജർമ്മനിയിലെത്തിയത്. ജർമ്മൻ ലാംഗ്വേജ് പഠനവും അതിനോടൊപ്പം തന്നെ ജർമ്മനിയിലേക്കുള്ള പേപ്പർ വർക്ക് കാര്യങ്ങളെല്ലാം ഈ പ്രോഗ്രാമിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ സെപ്റ്റംബറിൽ വന്നതുകൊണ്ട് തന്നെ ആ സമയത്ത് വലിയ തണുപ്പ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. നവംബർ പകുതിയൊക്കെ ആയപ്പോഴത്തേക്കും ചെറുതായിട്ട് തണുപ്പ് തുടങ്ങി. ഇപ്പോൾ ഒരു -2, 3 ഡിഗ്രിയാണുള്ളത്. അപ്പോൾ എനിക്കും ആരതി ചേച്ചിക്കും ഇന്ന് ഓഫായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് വൈകിട്ട് നടക്കാൻ പോകാമെന്നുള്ളൊരു പ്ലാനിലായിരുന്നു. കാരണം മഞ്ഞ് വീണ് കിടക്കുക. തെന്നി വല്ലതും അടിച്ച് ഇതിൻ്റെ കൂടെ പോകുന്നു, അതാ നടന്നു പോകുന്നു. എവിടുന്നാ? അകത്തൂടോ? എനിക്ക് പേടിയോ അകത്തൂടെ നടന്നു പോയപ്പോഴേ. തിരിച്ചു കയറി വരുമ്പം ലിഫ്റ്റുകൾ വന്നോണം. വഴി നടന്നു പോകാനുള്ള ഉദ്യമം അവസാനിപ്പിച്ചുകൊണ്ട് ലിഫ്റ്റ് വഴി പോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുന്നു. കീ വേണമെന്നുണ്ടെങ്കിൽ തീർന്നു. അതെ, കീ വേണമെങ്കിൽ പാളും. ഇവിടെയോ ഒരു വഴിയുണ്ടായിരുന്നു. ഇത് പള്ളി, ഈ വെള്ള കാണുന്നത് പള്ളി. ഇത് റേഗൻസ് വാഗ്നറിന്റെ പഴയ കെട്ടിടം. അത് രണ്ടും ഒരു നീളമോ, ഭയങ്കര നീളമാ, ഭയങ്കര പൊക്കോ. അതായത് നീളമല്ല, ഭയങ്കര പൊക്കോ. മൊത്തം അതൊരു 4-3-7 നിലയാണ്. ഇതെല്ലാം ഇതിന്റെ തന്നെ ഭാഗമാണ്. സംഭവം ഒരു സംഭവം തന്നെയാണ്. അവിടെ ആയിട്ടാണ് ഫാമൊക്കെ. അതല്ലേ ഫാം സംഭവം. മഞ്ഞണിഞ്ഞ് കിടക്കുന്ന കാരണം ഒന്നും മനസ്സിലാവുന്നില്ല. പിന്നെ മഞ്ഞണിഞ്ഞ് പ്രിയത്തെ മഞ്ഞ് വേണമെങ്കിൽ പറ. അതിനുള്ള മഞ്ഞൊന്നും ആയിട്ടില്ലെന്ന് തോന്നുന്നു. പക്ഷെ കൈ ഇതായി മരവിച്ച് വെള്ളി പിടിച്ചേക്കുന്നു. എന്തിനാ ഇത് ഫുള്ള് എടുക്കുന്നേ? മനഃപൂർവ്വം എന്നെ ചതിച്ചതാ. റോഡിൽ നിന്ന് എന്നെ അങ്ങ് ദൂരെ നിന്ന് എന്നെ കൊണ്ട് നടന്ന് ഇതുവഴി വന്ന് ഈ ബസ് സ്റ്റോപ്പ് വരെ എത്തി.
നമ്മുടെ ബസ് സ്റ്റോപ്പിലെത്തിയിരിക്കുന്നു. ആറ് നമ്മൾ കണ്ട പുഴയുടെ വലിയ ഭാഗം അങ്ങോട്ട് കണ്ടുണ്ട്. അങ്ങോട്ട് പോകണോ? ഇങ്ങോട്ട് അങ്ങോട്ട് പോകണോ? നീ ഫോട്ടോ എടുത്ത് ആത്തി വിടും. ഒത്തിരി നടക്കണ്ടേ? വേണ്ട വണ്ടി തിരിയുന്നത്. ആ വണ്ടി തിരിയുന്നുണ്ടോ അവിടെ? എനിക്ക് നടക്കുന്ന ഇഷ്ടമല്ല, എന്നെ മുട്ടായി തന്ന് പൊറ്റിച്ച്. ഇതുവഴി നേരെയും പോവാം, ഇങ്ങനെ വളഞ്ഞും പോവാം. മെമിങ്കനും ഇതുവഴിയാണ് പോന്നേ. നമ്മളെല്ലാം എല്ലാം പോന്നല്ലേ. ഇത് ഇല്ലറാണ്. വീടിൻ്റെ സൗണ്ട്. നമ്മൾ തേടിയെത്തിയ പുഴ കണ്ടിരിക്കുന്നു. ഫോണും കൊണ്ട് ഇങ്ങോട്ട് മാറി ഇന്ന് കളിക്കാം ഞാൻ. എൻ്റെ ഫോണാണ്. ഇതാ ചേച്ചിയുടെ ഫോണാണ്, എൻ്റെ ഫോണല്ല ഇത്. നീന്തുന്നുണ്ടോ? ചൂടാണെങ്കിൽ ഒരേറ് എറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ എറിഞ്ഞ ഒരേറ് കടം കിടപ്പുണ്ട്. പക്ഷെ എറിയത്തില്ല, ഞാൻ വയ്യാത്തതുകൊണ്ട്. നിങ്ങളെ ഞാൻ എറിയാത്ത നിങ്ങൾക്ക് വയ്യെന്നുള്ളൊരു മനസാക്ഷി കൊണ്ട് കേട്ടോ. തരാം, ഞാനൊരു പാവമായതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്യുന്നില്ല. വിട്ട് കളഞ്ഞു നിങ്ങളെ. ഒരു കൊച്ചു കുറേ നേരമായിട്ട്